ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കി മനസ്സ് തളർന്ന് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ അരുന്ധതിയും മോഹിനിയും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും സന്തോഷിച്ച് നിൽക്കുന്നു. മോളൊരു കാര്യം അറിഞ്ഞോ എന്നും ചോദിച്ചു. ഭയങ്കര സന്തോഷത്തോടെ ഇവർ ചോദിക്കുമ്പോൾ പിങ്കി ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക കേട്ടോ, ദൈവമേ ഇനി തന്നെ പിടിച്ചോ എന്നുള്ളൊരിതിൽ. അപ്പോൾ പവിത്ര പറഞ്ഞു, നന്ദേച്ചി ആ മാലമോഷണ കേസുമായിട്ടുള്ള പരിപാടികളെല്ലാം നിർത്തിവെച്ചു, ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളില്ലെന്നാണ് പറഞ്ഞതെന്ന്. ഇത് കേട്ടപ്പോൾ പിങ്കി ഞെട്ടിപ്പോയി. അതേ മോളെ, തോറ്റ് തുന്നം പാടിയെന്ന് സമ്മതിച്ചു. അതുകൊണ്ടാണ് അവൾ ഈ ഒരു കേസിൽ നിന്ന് പിന്മാറിയത്. ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണമായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം അവൾക്കെതിരായിട്ട് വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ മനഃപൂർവ്വം ഇതിൽ നിന്ന് ഒഴിവായതാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ പിങ്കിയുടെ മുന്നിൽ പറയാം. അപ്പോൾ പിങ്കിക്ക് മനസ്സിലായി ഇതിനകത്ത് നന്ദ വേറെന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്, പിങ്കി മനസ്സിൽ പറയുന്നുണ്ട്, നന്ദ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ, എന്തോ വലിയ കളികൾ കണ്ടിട്ടാണ് അവൾ അതിൽ നിന്നൊക്കെ പിന്മാറിയത്. അല്ലെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെ ഒരു വിഷയത്തിൽ നിന്ന് പിന്മാറേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. അവൾ എനിക്കിട്ട് എന്തോ വലിയ പണി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പിങ്കി പേടിച്ച് നിൽക്കുക. ഈ സമയത്ത് ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടിട്ട് പിങ്കിയുടെ മുഖത്തൊരു സന്തോഷമില്ല. അപ്പോൾ അരുന്ധതിയൊക്കെ ചോദിച്ചു, എന്തു പറ്റി മോളുടെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്തതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാനൊന്ന് ഫ്രഷായിട്ട് വരട്ടെ, വെയിലൊക്കെ കൊണ്ടുവന്നതല്ലേ, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് പോകുമ്പോഴേക്കും മോഹിനി വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മോൾക്ക് സന്തോഷമായില്ലേ, എന്തായാലും കാര്യങ്ങളെല്ലാം ആ ഒരു ഇതിലങ്ങ് പോയില്ലേ. പിന്നെ നന്ദയാണ് തെറ്റുകാരിയെന്നും നന്ദയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നന്ദയ്ക്ക് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് നന്ദ ഇത് കുത്തിപ്പൊക്കാതെ ഇത് ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ നന്ദ ഇതിനകത്ത് ശരിക്കും കളിച്ചിട്ടുണ്ട്. ഏതായാലും എൻ്റെ മോള് ഫ്രീ ആയല്ലോ, സമാധാനമായില്ലേ മോൾക്ക്, മോള് പോയി ഫ്രഷായിട്ട് വാ എന്നും പറഞ്ഞ് മോഹിനി അവിടെ നിന്ന് പിങ്കിയെ പറഞ്ഞു വിടുന്നു. പിങ്കി അന്നേരത്തേക്കും അവിടെ നിന്ന് പോയി. പാവം ആകെ വിഷമിച്ചാണ് വന്നത് എന്നും പറഞ്ഞ് പിങ്കിയെക്കുറിച്ച് ബാക്കിയുള്ള പൂതനകളെല്ലാം കൂടി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു. അതും കഴിഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞല്ലോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആ ഒരു കേസ് അന്വേഷണമായിട്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഹാസിൻ്റെ മുറിയിൽ നിന്നും ഒരു കവർ കിട്ടി. അപ്പോൾ ആ കവറ് ഈ കീഴുദ്യോഗസ്ഥർ കൊണ്ടുവന്ന് കൊടുക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് അയാൾ തിരക്കിട്ട് ഓടിയ സമയത്ത് അയാളുടെ ആ ഒരു കയ്യിൽ നിന്നും കിട്ടിയതാണ്, അയാളുടെ റൂമിൽ നിന്ന് കിട്ടിയതാണ്. ഇതിനകത്ത് ഇനി എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ സാർ നമുക്കത് ഉപകാരപ്പെടുമല്ലോ, അതുകൊണ്ട് കൊണ്ടുവന്നതാണ് സാർ, ഇതൊന്ന് നോക്കിക്കേ എന്നും പറഞ്ഞ് നമ്മുടെ ഗൗതത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഗൗതം അന്നേരം ഇതിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ കുറേ ബുക്സ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു പേപ്പർ കണ്ടു. ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒരു ഡോക്ടറുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഡോക്ടറുടെ പേരും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ഡോക്ടർ എവിടെയാണെന്ന് അന്വേഷിക്കണമെന്നുള്ള കാര്യം കീഴുദ്യോഗസ്ഥരോട് ഗൗതം പറയുക. അങ്ങനെ അത് പറഞ്ഞ് അവർ നെറ്റിൽ സെർച്ച് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിങ്കി ആട്ടോ. പിങ്കി ഇങ്ങനെ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കും, ആലോചനയിൽ. എന്നെ ക്രൂശിക്കാൻ പറ്റിയ വലിയൊരു അവസരം കിട്ടിയിട്ടും നന്ദ എന്തുകൊണ്ട് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി, അല്ലെങ്കിൽ നന്ദ എന്തുകൊണ്ട് അതിൽ നിന്ന് പിന്മാറി എന്നുള്ള ഒരു സംശയമായിട്ട് ആ സമയത്ത് നന്ദ അങ്ങോട്ടേക്ക് വന്നു. ഒരു പേപ്പർ പിങ്കിയുടെ നേരെ വെച്ച് നീട്ടി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിങ്കി ഞെട്ടിപ്പോയിട്ട് അത് തുറന്നു നോക്കി. നന്ദ ഒരു ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണേ, ആകെ ചമ്മി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നീ പേടിച്ചാണല്ലേ പിങ്കി വന്നത്, കാര്യങ്ങളെല്ലാം ഞാനിവിടെ വന്ന് വിളമ്പി കാണുമോ, അതിൻ്റെ പേരിൽ ഈ വീട്ടിൽ നിനക്കുള്ളൊരു വലിയ സ്വീകരണം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും എന്നൊക്കെയല്ലേ കരുതിയത്. ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. എന്താണെന്നോ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ പിങ്കി അല്ല നന്ദ എന്ന്. പിങ്കിയെ പോലെ പ്രവർത്തിക്കാൻ നന്ദയ്ക്ക് ഒരിക്കലും കഴിയില്ല എന്ന്, നന്ദ അത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക്സ് നന്ദ, നിൻ്റെ നന്ദിയും അതുപോലെ ഇതൊന്നും ക്ലാരിറ്റി ഉള്ളതല്ല, സത്യസന്ധമല്ല, അതെല്ലാം മായം ചേർത്തതാ, എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു നന്ദ. എനിക്ക് വേണ്ടത് എൻ്റെ മുൻപിലുള്ള നിൻ്റെ എളിമ മാത്രമാണെന്നും അത് വെച്ചാണ് എനിക്ക് ജീവിക്കേണ്ടതെന്നും പറഞ്ഞു. നിനക്ക് നന്നാവാൻ ഞാനൊരവസരം കൂടി തരികയാണെന്നും ഇത് നീ മാക്സിമം ഉപയോഗിച്ച് നീ ഇത് നന്നായാൽ നിനക്ക് തന്നെ കൊള്ളാം, ഇല്ലെങ്കിൽ നാളെ നീ ദുഃഖിക്കേണ്ടി വരുമെന്നുള്ള കാര്യം നന്ദ പിങ്കിയോട് പറയുന്നു. എന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ പിങ്കി. ഇനി അങ്ങോട്ട് നന്ദയുടെ അനുസരണയുള്ള നല്ല കുട്ടിയായിട്ട് നീ ഇരിക്കണം. എന്താ പറ്റുമോയെന്ന് ചോദിച്ചു. അതാണ് നമ്മൾ തമ്മിൽ ഈ നിമിഷം ഉറപ്പിക്കുന്ന ഡീൽ എന്ന് പറഞ്ഞപ്പോൾ പിങ്കി ഞെട്ടി. പിങ്കിയെ ബലിയേടാക്കിക്കൊണ്ട് നമ്മുടെ നന്ദ ശരിക്കും അങ്ങ് കളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ നന്ദയ്ക്ക് മുന്നിൽ നിൽക്കേണ്ടി വരും പിങ്കി. നിനക്കതിന് സമ്മതമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡീലോ നോ ഡീലോ എന്ന് ചോദിച്ചപ്പോൾ ഡീൽ പറഞ്ഞു പിങ്കി. അപ്പോൾ സ്മാർട്ട് ഗേളാണ്, ഗുഡ് ഗേളാണെന്നൊക്കെ പറഞ്ഞ് ആ പേപ്പറിൽ എഴുതി ഒപ്പ് വരെ വെപ്പിച്ചു നമ്മുടെ നന്ദ. പിങ്കി മനസ്സിലോടെ ആണെങ്കിലും ഒപ്പിട്ട് കൊടുത്തു. ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് ഞാനത് പറയണോ, ഞാനത് ചെയ്യണോ എന്നും ചോദിച്ച് പിങ്കിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക നന്ദ. അപ്പോൾ പിന്നെ അനുസരിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇത്
അപ്പോൾ ഈ നന്ദ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, പിങ്കിയെ കൊണ്ട് അർജുനെ സ്നേഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പേപ്പർ കൊടുത്തിട്ട് അതിനകത്ത് ഐ ലവ് യു അർജുൻ എന്ന് എഴുതണം എന്ന് നന്ദ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പിങ്കി തയ്യാറാകുന്നില്ല. എഴുതുന്നോ അതോ ഞാൻ എഴുതിക്കോളാം എന്നും പറഞ്ഞ് പിങ്കി വേഗം എഴുതി. അങ്ങനെ നന്ദ ആ കാര്യം സാധിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിങ്കിയുടെ ഉള്ളു കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. ആകെ വെപ്രാളവും ടെൻഷനും ഒക്കെയായി, ആകെ സമാധാനക്കേടായി. പക്ഷെ നന്ദ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കാതിരിക്കാൻ യാതൊരു രീതിയിലും പിങ്കിയെ കൊണ്ട് കഴിയുന്നുമില്ല. പിങ്കിക്ക് അറിയാം പണി കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് പിങ്കി അതിനൊക്കെ വഴങ്ങി കൊടുക്കുവാണ്. ഇതേ സമയത്ത് അവിടെ മോഹിനിയും ലക്ഷ്മിയും അതുപോലെ പവിത്രയും ഒക്കെ കൂടി ഇന്ന് പച്ചക്കറി അരിയുമ്പോൾ അല്ല ഇതെങ്ങനെ ശരിയാകും? അങ്ങനെ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പോയി അർജുന് വേണ്ടി വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിങ്കി ഒരുപാട് മാറി നല്ല കുട്ടിയായെന്ന് അതിൻ്റെ അർത്ഥമെന്ന് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു. അത് കേട്ടപ്പോൾ അവളിൽ എന്തോ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് മോഹിനിയും പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ പരദൂഷണ സദസ്സിൽ പിങ്കി ഹാജർ വെച്ചില്ല, അതായിരിക്കും അമ്മ ഉദ്ദേശിച്ചത് എന്ന് പവിത്ര പറഞ്ഞു. പവിത്രയെ മിണ്ടരുത് നീ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ പിങ്കി അതിലെ വരുന്നു. അപ്പോൾ കയ്യിൽ നന്ദ കൊടുത്ത പേപ്പറും ഉണ്ട്. പിങ്കി ചേച്ചി വരുന്നുണ്ടല്ലോ, ഇതെന്താ മോളെ കയ്യിൽ? അത് പിന്നെ അല്ല മോളെ ഏതായാലും അർജുന് വേണ്ടി പോയി വഴിപാടൊക്കെ കഴിപ്പിച്ചെന്ന് ഞങ്ങൾ അറിഞ്ഞു. അത് ഏതായാലും നല്ല കാര്യമായിട്ടോ. അത് കാണാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കാത്തിരിക്കുന്നതും ഒക്കെ എന്ന് ലക്ഷ്മി പറഞ്ഞു. അപ്പോഴേക്കും ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുക പിങ്കി. അപ്പോൾ മോളുടെ കയ്യിൽ എന്താണെന്ന് വീണ്ടും ഇവർ ചോദിച്ചു. ആ സമയം ഒന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ പിങ്കി. പെട്ടെന്ന് നന്ദ അങ്ങോട്ടേക്ക് വന്നു. ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നോന്നും ചോദിച്ചു. പിങ്കി അന്നേരം ഇവരെല്ലാവരും ഇങ്ങനെ മാറി മാറി നോക്കുക. അപ്പോൾ പവിത്ര എന്ന് മോഹിനിയുടെ നേരം ചോദിച്ചപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കണം. ഇങ്ങനെ താ കൊണ്ടുവന്നെങ്കിൽ താ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ. അപ്പം ഇങ്ങനെ താന്നും പറഞ്ഞ് നിർബന്ധിച്ചു മേടിച്ചു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക ഇതെന്താ സംഭവം എന്നറിയാനായിട്ട്. നമ്മുടെ നന്ദ ഇത് മേടിച്ച് എല്ലാവരുടെയും കൈകളിലൂടെ കൊടുത്തു. അപ്പോൾ നോക്കുമ്പോൾ ആദ്യം കൊടുത്തു പവിത്രയുടെ കയ്യിലാണ്. അപ്പോൾ ഐ ലവ് യു അർജുൻ എന്നും പറഞ്ഞുകൊണ്ടാട്ടോ അതിനകത്ത്. ഇത് കണ്ടപ്പോൾ ലക്ഷ്മിക്കൊക്കെ സന്തോഷം അടക്കാൻ കഴിയുന്നില്ലേ. അപ്പോൾ സന്തോഷം അടക്കാനാകാതെ നമ്മുടെ ലക്ഷ്മി ചെന്ന് പിങ്കിയോട് ഒരുപാട് സ്നേഹത്തോടെ പെരുമാറി. അപ്പോൾ പവിത്ര അവിടെ ഇരുന്നൊരു കമൻട്രി പറഞ്ഞു. കമൻ്റ് അടിച്ചപ്പോൾ അതേ ഒരുപാട് ആളാവരുത് കേട്ടോ പവിത്രേ എന്നും പറഞ്ഞ് ലക്ഷ്മി ദേഷ്യപ്പെടുവാണേ. അങ്ങനെ ആ ഒരു സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് പിങ്കിമോളുടെ മനസ്സ് മാറിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നും പിങ്കിയുടെ മനസ്സ് ഇതുപോലെ നിർമ്മലമായിരിക്കും, ഇനി അങ്ങോട്ട് നിർമ്മലമായിക്കൊണ്ടേയിരിക്കുമെന്നും പറഞ്ഞ് നന്ദ ഇവരുടെ മുന്നിൽ പറയാം. അല്ലേ ചെറിയമ്മയെന്നൊക്കെ. അതെ 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 അമ്മ പഴയ ആളല്ലേ, അതാ അമ്മയ്ക്കൊന്നും മനസ്സിലാകാത്തതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പവിത്ര അന്നേരം ഈ മോഹിനിയുടെ തലയാട്ടൊക്കെ കണ്ടപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. ഈ സമയം ഈ പിങ്കി മനസ്സിൽ ഇന്നല്ലെങ്കിൽ നാളെ നെക്ലേഴ്സ് മോഷണത്തിൻ്റെയും ചൂടാറും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കടം പലിശയുടെ പലിശ അടക്കം ഞാൻ വീട്ടുപടി നീ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിങ്കിയുടെ മനസ്സ് നിർമ്മലമായതിൻ്റെ കൂടുതൽ ലക്ഷണങ്ങൾ ഇന്നു മുതൽ അമ്മയും മോഹിനി ചെറിയമ്മയും പവിത്രയൊക്കെ കാണാൻ തുടങ്ങുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ കിടന്ന് അങ്ങോട്ട് വിരകുക. പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം ഇനി പിങ്കിയാണ് ചെയ്തു തരുന്നത്. ടിഫിൻ ബോക്സ്, ഡ്രസ്സ് അയൺ ചെയ്യുന്നത് എല്ലാം പിങ്കി ചെയ്തു തരുമെന്ന് പറഞ്ഞ് നന്ദ ഇങ്ങനെയെല്ലാം പണിയിപ്പിക്കുക. ശരിക്കും പറഞ്ഞാൽ നന്ദയുടെ വേലക്കാരിയാക്കി മാറ്റി പിങ്കിയെ എന്ന് തന്നെ പറയാം. അർജുനെ പ്രണയിക്കാൻ പഠിപ്പിക്കുകയാണ് നന്ദ പിങ്കിയെ കൊണ്ട്. ഇതൊന്നും ഇവർക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ലേ. ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ മോഹിനി ചോദിച്ചു, മോളെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ ഇന്നലെ അമ്പലത്തിൽ വെച്ച് എൻ്റെ മനസ്സിൽ ആരോ വന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നിയെന്നൊക്കെ പറഞ്ഞ് പിങ്കി മോഹിനിയുടെ മുന്നിൽ പറയാം. എന്തായാലും അതൊക്കെ വന്ന് നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞു. പിന്നെ മോളെ ഗൗതത്തിൻ്റെ ഷൂ ഒന്ന് പോളിഷ് ചെയ്യണമെന്ന് ലക്ഷ്മി ചെന്ന് നന്ദയോട് പറഞ്ഞപ്പം നന്ദ അത് പിങ്കിയെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് തുടങ്ങണം. അങ്ങനെ ആ രീതിയിൽ നമ്മുടെ നന്ദ അവിടെ ശരിക്കും അലക്കി വെളുപ്പിച്ചുകൊണ്ടിരിക്കുക ഇന്ദീവരം കുടുംബവും പിങ്കിയെയും ഒക്കെ. അങ്ങനെ പക കയറി ഇങ്ങനെ നിൽക്കുന്നു പിങ്കി. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഇന്ദീവരം തന്നെയാട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് എല്ലാവരും ചായ കുടിക്കലും വർത്താനം പറച്ചിലും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ മഹേശ്വരൻ അങ്ങോട്ടേക്ക് വന്നു, എവിടെയോ യാത്ര പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ മഹേശ്വരൻ യാത്ര പോവുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ലക്ഷ്മി ഏതു നേരവും ഈ ഊര് ചുറ്റിലായി എന്തായി ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ദേഷ്യപ്പെട്ടു. അല്ല ഏതു നേരവും നിന്റെ തിരുമോന്തയെ നോക്കിക്കൊണ്ട് ഞാൻ ഇവിടെ തന്നെ നോക്കിയിരിക്കാൻ പറ്റിയൊരു മോന്തയാണല്ലോ എന്നും പറഞ്ഞ് ലക്ഷ്മിയെ കളിയാക്കിയപ്പം എൻ്റെ ഈ മോന്ത കണ്ടിട്ട് തന്നെയല്ലേ നിങ്ങൾ താര കെട്ടിയത്, ഇപ്പം എന്താ കുഴപ്പമെന്ന് ചോദിച്ചു ലക്ഷ്മി ദേഷ്യപ്പെട്ടു. മതി ഇനി അതിൻ്റെ പേരിൽ ഗുസ്തി വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇടയ്ക്ക് കയറി. എന്നാലും ഏട്ടത്തി എന്തൊരു കഷ്ടം, എന്തൊക്കെ ഈ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇതൊക്കെ. എന്നിട്ട് പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും
ദേ വരുന്നു നമ്മുടെ നന്ദ. അപ്പം നന്ദ അങ്ങ് വന്നു. നന്ദ വന്ന് കോളേജിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മോക്ക് അങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? കുറച്ച് ദിവസമായില്ലേ അങ്ങോട്ട് പോയിട്ട്, അതുകൊണ്ട് ചോദിച്ചാണെന്ന് ലക്ഷ്മി പറഞ്ഞു. സ്വീകരണം വല്ലതും ഒരുക്കിയിട്ടുണ്ടാവോ കോളേജിൽ? എന്തൊക്കെ സാഹസിക കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകലിൽ നിന്ന് രക്ഷപ്പെടുത്തി, നെക്ലേസ് കട്ട കള്ളനെ പിടികൂടി, അങ്ങനെ എന്തൊക്കെ. അപ്പോൾ എന്നെ സ്വീകരിക്കാനും പരിചരിക്കാനും കോളേജ് വരെ ഒന്നും പോവണ്ട, അതിന് ഇവിടെ തന്നെ ആൾക്കാരുണ്ടല്ലോ ഒന്ന് മോഹിനി അത് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. പെട്ടെന്ന് പിങ്കി നന്ദ എന്ന് പറഞ്ഞ് നന്ദയ്ക്കുള്ള ടിഫിൻ ബോക്സുമായിട്ട് വരുന്നു. ഇവരെല്ലാവരും ഞെട്ടിനി. അപ്പോൾ അത് ചെയ്തോ, ഇത് ചെയ്തോ, അത് വെച്ചോ, ഇത് വെച്ചോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ടേ. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ കണ്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കിളി പോയതാണോ, ഭ്രാന്ത് പിടിച്ചാണോ, തലയ്ക്ക് എന്തെങ്കിലും പറ്റിയതാണോ എന്നൊക്കെ ആലോചിച്ച് എല്ലാവരും ഇരിക്കുക. കാരണം ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ച് വളരെ സ്നേഹത്തോടെ ഇടപെടുന്നു കാര്യങ്ങളിലൊക്കെ. അതിനുശേഷം നന്ദ പറയുന്ന കാര്യങ്ങളൊക്കെ പിങ്കി ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം ചെയ്ത് ലക്ഷ്മിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ എനിക്കങ്ങനെ സമയം കിട്ടുമെന്ന് അറിയില്ല, കിട്ടുവാണെങ്കിൽ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഭയങ്കര സ്നേഹം. അതിനി പോകാൻ നേരത്തെ ഇവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് നിൻ്റെ ആക്ഷൻ ഇത്രയ്ക്ക് വേണ്ട പിങ്കി എന്ന് നന്ദ പതുക്കെ പറയുക. കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ. അപ്പം ശരി വരുമ്പോൾ കാണാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ പിങ്കിക്കിട്ടുള്ള പണിയും കൊടുത്ത് അവിടെ നിന്ന് പോകണു. ആന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വാ തുറന്ന് നോക്കിയിരിക്കും കേട്ടോ. പിങ്കി ഭയങ്കര ഇതിലാണ്, ഇവക്കൊട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ളൊരിതില്ല. അപ്പം അങ്ങനെ ഒരു ഡയലോഗും കാര്യങ്ങളും ഒക്കെ അങ്ങനെ കയറി വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയുടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ. നന്ദ ചെന്നപ്പോഴേക്കും നന്ദ ചെയ്ത കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കുക. അപ്പോൾ അതേന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് നന്ദി അങ്ങ് പൊക്കി അങ്ങനെ സ്നേഹത്തോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടു കൂടി അങ്ങനെ പൊക്കി നിർത്തുക കേട്ടോ. ഭയങ്കര ട്രീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നന്ദയെ വെട്ടി വീഴ്ത്താൻ ഏത് ആൾ വിചാരിച്ചാലും നടക്കില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ. അതിനുശേഷം ഇവിടെ പുതിയൊരു പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഡാൻസിൻ്റെ കാര്യങ്ങളും അതുപോലെ നന്ദയെ ചേർത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ ശരി ഞാൻ കളിക്കാമെന്ന് പറഞ്ഞപ്പം സിംഗിൾ ഡാൻസ് അല്ല പെയർ ഡാൻസിലാണ് നിൻ്റെ പേര് ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം നന്ദ ഇങ്ങനെ അന്തിച്ച് നോക്കുക കേട്ടോ. എനിക്ക് എൻ്റെ ദേഹം മുഴുവൻ ഇപ്പോഴേ വരച്ചു തുടങ്ങിയെന്നും പറഞ്ഞു നന്ദ. അപ്പോൾ എന്തിനു വരയ്ക്കണം, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നന്ദ വിൻ ചെയ്യും, ഫസ്റ്റ് അടിക്കും, അതിന് ഒരു മാറ്റവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് നന്ദയെ പിടിച്ചൊരു ഡാൻസിനും അങ്ങോട്ടും ചേർത്തു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി വിശേഷമായിട്ട് നമ്മുടെ ഇന്നത്തെ വിശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, ആരും നേരം മിസ് ചെയ്ത് കളയല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.